ഇന്ത്യയിൽ ആർക്കും ഒരു കുഴപ്പമില്ല. ഇന്ത്യയിലുള്ള എല്ലാവരും പ്യൂർ ആയിട്ടുള്ള എയർ ആണ് ബ്രീത്ത് ചെയ്യുന്നത്, എസ്പെഷ്യലി ഇൻ നോർത്ത് ഇന്ത്യ. ഫ്ലൈറ്റ്സ് എല്ലാം കറക്റ്റ് സമയത്താണ് വരുന്നത്. ഒരെണ്ണം പോലും ക്യാൻസലാക്കത്തില്ല. അമേരിക്ക ഉള്ളവർക്ക് റുപ്പീസ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നുന്നത്, ബിക്കോസ് ഡോളർ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ പാർലമെന്റ് ഇതൊന്നും അല്ല ചർച്ച. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ല രണ്ടല്ല മൂന്നിൽ കൂടുതൽ എമർജൻസി സിറ്റുവേഷനിലാണ് ഇന്ത്യൻ ജനങ്ങൾ എല്ലാം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോകാൻ വേണ്ടി. നോർത്ത് ഇന്ത്യയിൽ ഓരോ ശ്വാസം എടുക്കുമ്പോഴും അവിടുത്തെ ജനങ്ങൾ മരണത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്ത്യൻ കറൻസി ചരിത്രത്തിൽ തന്നെ ഏറ്റവും ലോയിലാണ്. നമ്മൾ വോട്ട് ചെയ്ത ഇന്ത്യൻ എംപീസ് അവിടെ എന്തോ ചെയ്യുന്നതെന്ന് അറിയാം. വേണ്ട, നമ്മുടെ പ്രധാനമന്ത്രി 10 മണിക്കൂർ പാർലമെന്റിൽ എന്തോ സംസാരിച്ചതെന്നറിയാമോ? വന്ദേ മാതരത്തിനെ പറ്റി. എന്നെ ദേശദ്രോഹി എന്ന് വിളിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് പറയാനുണ്ട്. വന്ദേ മാതരം കേൾക്കുമ്പോൾ ഐ ഫീൽ പ്രൈഡ് ആൻഡ് ഇമ്മൻസ് ഗ്ലൂസ് ബംസ്. ചിലപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി വേണമെന്ന് പോലും. ബിക്കോസ് 11 വർഷമായിട്ട് സീറോ പ്രസ് കോൺഫറൻസ് ആണ് നടത്തിയിട്ടുള്ളത്. വല്ലപ്പോഴുമാണ് പാർലമെന്റിൽ സംസാരിക്കുന്നത്. എന്നാൽ സംസാരിക്കുന്നത് 90 വർഷം മുമ്പ് പാർലമെന്റിൽ വെച്ച് നെഹ്റു വന്ദേ മാതരത്തിനെ ഇൻസൾട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അതാണ് ഈ ഒരു ക്രിട്ടിക്കൽ ടൈമിൽ സംസാരിക്കേണ്ട ടോപ്പിക്. എനിക്കും ആഗ്രഹമാണ് ഞാൻ പറയുന്ന ടോപ്പിക്കിൽ പ്രധാനമന്ത്രി ഡിബേറ്റ് ചെയ്യണമെന്ന്. കാരണം ഒരു എയർലൈൻ എങ്ങനെ ഇത്ര പവർ കിട്ടി ഒരു രാജ്യത്തിലെ ജനങ്ങളെ ഹോസ്റ്റേജ് ആയിട്ട് വെക്കാൻ? ഡൽഹി എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി എന്താണ് ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ ചെയ്തത്? റുപ്പിയുടെ മൂല്യം ഇടിയുന്നത് തടയാൻ എന്താണ് ഗവൺമെന്റിന്റെ പ്ലാൻ? നമ്മുടെ ഇന്ത്യയുടെ ഹൃദയം എന്ന് പറയുന്നത് ഡൽഹിയിൽ ടെറർ ഇൻസിഡന്റ് നടന്നിട്ട് ആരൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത്? ഗവൺമെന്റിന്റെ മാത്രം ഒരിക്കലും കുറ്റം പറയില്ല. ചില ഓപ്പോസിഷൻ പാർട്ടി മെമ്പേഴ്സ് വരെ 150 വർഷം പഴക്കമുള്ള വന്ദേ മാതരത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ തയ്യാറായി. ഓരോ മിനിറ്റ് പാർലമെന്റ് റൺ ചെയ്യാൻ എടുക്കുന്നത് 2.5 ലക്ഷം രൂപ. അത് നമ്മുടെ ടാക്സ് മണി. 15 കോടി രൂപയാണ് ഫസ്റ്റ് പാർലമെന്റ് സെഷനിൽ വേസ്റ്റ് ആയത്. ഇങ്ങോട്ട് ചീത്ത വിളി, നെഹ്റുവിനെ ഇന്ദിരാഗാന്ധിനെയും ചീത്ത വിളിച്ച് എന്തിന്? ഒരു ഉപകാരവും ഇല്ലാത്തത്.